പറ്റുള്ളൂ, അതിൽ ചീത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇവൾക്കൊരു പാര ആവശ്യമാണ്. ഓ, നിൻ്റെ തള്ളയ്ക്ക് ഒന്നും പോരല്ലോടാ. താത്ത സൂപ്പർ ചാറ്റ് ചെയ്യട്ടെ? വേണ്ട, ഞാൻ ഇതുവരെ ഒരാളോടും പറഞ്ഞില്ല സൂപ്പർ ചാറ്റ് ചെയ്യാൻ. എടാ, ഞാൻ അങ്ങനെ ഒരാളുടെയും 20 രൂപയ്ക്കോ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ മോഹിക്കുന്ന ആളല്ലടാ, കേട്ടോ. നിങ്ങളെനിക്ക് കുറേ പൈസ തരും. എടാ, ഓരോ ചാനലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കടാ. അടി 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 മക്കളെ, അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് സൂപ്പർ ചാറ്റ് ചെയ്യ്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ സാധനം കാണിച്ചിട്ട് തന്നെ പൈസ ഉണ്ടാക്കണം. നടക്കത്തില്ലടാ, മരിക്കോളങ്ങനെ തന്നെ, കേട്ടോ. അങ്ങനെ ഇങ്ങനെ ശരീരഭാഗങ്ങൾ കാണിച്ച് തിന്നത്തുമില്ല, 10 രൂപ സമ്പാദിക്കത്തുമില്ല. അടിപൊളി അല്ലേ? ആണോ താത്ത? ഇവരൊക്കെ ഫാൻസാണോ? എനിക്കറിയില്ലടാ, ഫാൻസാണോ അതോ എന്നെ ഒരു എളുപ്പമില്ലാത്ത കുറേ നാറുകൾ. എന്ത് ചെയ്യാനാ, അങ്ങനെയുണ്ട് കുറേ ആളുകൾ. ഐഷന്നാസ് ഇന്നലെ കൊണ്ടുവന്ന ഡാഷ് എവിടെ? നിങ്ങൾ ദീൻ വളർത്തണം ആരെന്ത് പറഞ്ഞാലും. ശരി മുഹമ്മദ്. ഈ ലൈവ് ഞാൻ നോക്കി നിന്ന് പട്ട് കണ്ടില്ല. സാബിറ ആണോ? ഷോ, ഉമ്മച്ചിക്ക് സുഖമില്ല എന്ന് പറയുന്നത് കേട്ടു. ഏത് ഉമ്മച്ചിക്ക്? എന്തുവാ ജമാലെ നീ പറയുന്നേ? നിൻ്റെ വീട്ടിലെ ആണുങ്ങൾക്ക് നട്ടലില്ലാതെ പോയല്ലേ? ആടാ, നീ ഉണ്ടെങ്കിൽ വാടാ. നിൻ്റെ വീട്ടിലെ നട്ടലുള്ള ആണുങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്, കേട്ടാ. അൻഷാദ് ഇപ്പോൾ ഒരു ലൈവ് ഉണ്ട്. പ്രിയാസ് അനുശ്രീ വ്ലോഗ്, ഞാൻ അവിടെയുണ്ട്. മിന്നലിലെ വാർമഴയിൽ നനയാലോ. താത്ത പഞ്ചായത്താണ്, നല്ല കളിയാണ്. ആണോ? ആരുടെ താത്ത? നിൻ്റെ താത്തയോ അതോ നിൻ്റെ അമ്മയോ? നിൻ്റെ അമ്മ ആകെ ജില്ലയിൽ മൊത്തം കളിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശരിയാണോ? സാബിക്ക് എല്ലാവരെയും അറിയാം. പോയി ചത്തൂടെ നിനക്ക്? അതാരെ പറഞ്ഞു? ഹനീഫയുടെ തന്തയല്ലേ എനിക്ക് ഫുഡ് തരുന്നത്, തള്ളയുടെ തന്തയല്ലേ എനിക്ക് ഫുഡ് തരുന്നത്. പിന്നെ നിൻ്റെ തള്ള സാമാനം വിറ്റല്ലേ എനിക്ക് ഫുഡ് തരുന്നത്, കേട്ടോ. പോയി ചത്തൂടെ എന്ന് ചോദിക്കാൻ. നിൻ്റെ തള്ള സാമാനം വിറ്റ് നിനക്കൊക്കെ തരുന്നുണ്ടല്ലോ ഫുഡ്, നീയൊക്കെ പോയി ചാക്, കേട്ടാ. പടാ, ഒരു കാര്യം പറയാം, നല്ലൊരു അഡ്വക്കേറ്റ് വിചാരിച്ചാൽ തീരും ഈ കഴപ്പ് തെറി പറച്ചിൽ. നീ കൊടുക്കടാ, നീ ഒരു അഡ്വക്കേറ്റോ 9 അഡ്വക്കേറ്റോ സാധിക്കുമെങ്കിൽ ചെയ്യടാ. ഒരു പെണ്ണിനെ ഇട്ടിട്ട് ഇമാതിരി തെറി വിളിക്കുമ്പോൾ ഏത് അഡ്വക്കേറ്റാണ് ഈ പറയുന്ന നിയമം കൊണ്ടുവരുന്നത് ഞാനൊന്ന് നോക്കട്ടാ, കേട്ടോ. കാട്ടിൽ ചിറ്റപ്പൻ ഒരു പെണ്ണിനെ അവളുടെ ജോലി എന്ന നിലയ്ക്ക് ഒരു ലൈവിൽ നിൽക്കുമ്പോൾ, ലൈവ് ചെയ്യുമ്പോൾ താല്പര്യമില്ലാത്ത നായിൻ്റെ മക്കൾക്ക്, തന്തയില്ല കഴിവേറി മക്കൾക്ക് ഇറങ്ങിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ടടാ. ഇവിടെ വന്ന് വട്ടം ചേർന്ന് അടിക്കുമ്പോൾ തിരിച്ചു പറയാൻ പാടില്ല എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കുന്ന ഏത് വക്കീലും മണവണാഞ്ചനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പറയടാ, കേട്ടോ. അവൻ വന്നേക്കുന്നു. ഞാൻ പോകട്ടെ, നാളെ മോർണിംഗ് ഒരു കല്യാണത്തിന് പോകാനുണ്ട്. ആയിക്കോട്ടെ. ഖുറാനിലെ ലെഫ്റ്റ് കിടാൻ പാടില്ല, അത് തെറ്റല്ലേ? നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളോട് എന്താ പറയാം, കേട്ടോ. നിങ്ങൾ ഹിന്ദുവിൽ നിന്ന് മുസ്ലിം ആയതാണോ? യെസ്. നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റിയത് കൊണ്ട് മനസ്സിലാകുന്നില്ല സാബി. കുറേ സാബി ഞാൻ മാറ്റി. സാബിറാപ്പി, ഇത് സാബിത്തെയാണോ? വെറുതെ നമ്മുടെ ഈമാൻ കളയണ്ട. ഞാൻ ഫസ്റ്റായിട്ടാണ് ഈ താത്താൻ്റെ ലൈവ് കാണുന്നത്. ഒരു ലൈവ് വന്നിട്ട് നീ കളയണ്ട, നീ പോയിക്കോളൂ, കേട്ടോ. പൊന്നാനിയിൽ പോയിട്ട് ഒരു ഫ്രൂട്ട്സിൻ്റെ തന്നെ വയ്ക്കൂ. മനസ്സിലായില്ല? എന്തുവാട്ടത്? ഇത് വക്ക് പൊട്ടിയ കേസാണ്. ആണോ? നിൻ്റെ തള്ളയിടുന്ന് വക്ക് പൊട്ടിയിട്ടില്ല, തന്ത പൊട്ടിക്കാതാണോ നീയൊക്കെ ഉണ്ടായത്? ആണോടാ? സിംപ്ലിയായി അണ്ണാക്ക് കൂടെ അടിച്ചിട്ടാണോടാ നീ ഗർഭപാത്രത്തിലേക്ക് നീ ഉണ്ടായത്? നീയൊക്കെ ഉണ്ടാവുമ്പോൾ നിൻ്റെ തള്ളയുടെ ഒക്കെ വക്ക് പൊട്ടിയിട്ട് തന്നെയാടാ. പോടാ, കേട്ടോ. ശരിയാണ് താത്ത പറയുന്നത്. അള്ളാഹു ആരുടെയും വസ്ത്രധാരണത്തിലേക്ക് നോക്കുന്നില്ല, ശരീരത്തിലേക്ക് നോക്കുന്നില്ല, അവൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഹൃദയം ശുദ്ധിയായാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. യെസ്, പിന്നെന്താണ്? തീർച്ചയായും പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഒന്നും നോക്കില്ല അള്ളാഹു. ഓക്കെ, പിച്ചക്കാരനാണോ ലക്ഷപ്രഭു ആണോ എന്ന് നോക്കില്ല. പിന്നെ ഇപ്പം എന്താണ്? ഇപ്പോൾ ഇവൾക്ക് ഇവിടെ ഹൃദയം തുറക്കുന്നത് കണ്ടില്ലേ ജമാൽ? 79 കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് അടിച്ചത് മോശമായില്ല. 97 ആയിടാ. നിനക്ക് നിൻ്റെ ഡാഷിൽ വിരലിട്ട് മണപ്പിച്ചാൽ പോരെ, ബാക്കിയുള്ളവരെ കൂടി എന്തിനാ മണപ്പിക്കുന്നത്? ഞാൻ ഇപ്പം നിൻ്റെ തള്ളേനെ മണപ്പിക്കാൻ വന്നോ? എൻ്റെ തന്തേനെ മണപ്പിക്കാൻ വന്നോ? പോടാ.
നിൻ്റെ തള്ളത് നാട്ടുകാരെ കൊണ്ടൊക്കെ മണപ്പിക്കുന്നു, നാട്ടുകാർക്കൊക്കെ നക്കാൻ കൊടുക്കുന്നു, നാട്ടുകാരെ കൊണ്ടൊക്കെ അടുപ്പിക്കുന്നു. അത് നോക്കടാ കേട്ടാ. ആദ്യമായിട്ടാണ് ഈ താത്തൻ്റെ ലൈവ് കാണുന്നത്. കുറേ എന്തെങ്കിലും സ്വലാത്തോ ഇസ്ലാമതമായിട്ടുള്ള ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും മകമെന്ന് വിചാരിച്ചില്ല ലൈവിൽ കയറി ഇതിൻ്റെ റബ്ബ് ചെയ്യല്ല. നിന്നെ ഞാനങ്ങ് ഹൈഡ് ചെയ്ത് വെക്കടി. നീ വല്ല സ്വലാത്ത് അങ്ങനെയുള്ള മജ്ലിസ് കാര്യങ്ങൾ അവിടേക്ക് പോ കേട്ടോ. ഇനി നീ അറിയാതെ പോലും ഇവിടെ കയറിപ്പോവരുത്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച് പോട്ടെ. സൈബർ സെല്ലോ ആ ഡാഷ് ഒന്ന് പിന്നാക്കി അങ്ങോട്ട് അഴിച്ചു കാണിക്ക് ചേച്ചി. തള്ളയോട് പറയട അഴിച്ച് കാണിക്കാൻ. അല്ലാഹ് മോളെ ഓടിക്കോ. ചേച്ചി തെറി പറയാനാണ് ലൈവ് വരുന്നത്. എന്ത് ചെയ്യാം, തെറി കമൻറ്റ് വരുന്നു, തിരിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഒരു സമീറിനെ അറിയാം, ആ സമീറാണോ എന്ന് എനിക്കറിയില്ല ജമാലിക്ക. മൈ ഡിയർ സ്റ്റേഷ് മോനെ ഷോമലാക്കി. ഹായ് താത്ത, സുഖമാണ്? വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചോദിക്കുന്നതെല്ലാം മറുപടി തരണം കേട്ടോ. ദേവരാജ് നായർ, നല്ല ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല മറുപടി തന്നെ തരും കേട്ടോ. ഭർത്താവിൻ്റെ കൂടെ കിടന്ന് ഉണ്ടാക്കുമ്പോൾ ഓർക്കണം ഇതൊക്കെ. അതുവരാ അമ്പാടി അക്കോ, അല്ലാതെ പിന്നെ നിൻ്റെ അച്ഛൻ്റെ കൂടെ കിടക്കണടാ. ഇനി എൻ്റെ മക്കളുണ്ടാക്കി ഞാൻ നിൻ്റെ അച്ഛനെ 5 സെൻറ്റ് സ്ഥലത്തിന് വന്നടാ, അല്ലെങ്കിൽ ഒരു നേരത്തെ ചോറിന് വന്നടാ. നീയാണോടാ എൻ്റെ മക്കളെ നോക്കുന്നത്? എൻ്റെ തന്തയും തള്ളയാണോടാ നോക്കുന്നത്? പേടാ മോണെ, ഉണ്ടാക്കിയാൽ നോക്കാനേയും അറിയാം. അതിനായി ഈ ലൈവും ഈ പിന്നെ ചാനലൊക്കെ തുടങ്ങിയത്. അതൊന്നും നിൻ്റെ ഔദാര്യത്തിലല്ലടാ. നായി പറ്റത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ കേട്ടാ. എന്ത് പറ്റി? കുനിഞ്ഞ് നിൽക്ക് ഡേഷനി. നിൻ്റെ തള്ള അവിടെ കുനിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, നാട്ടുകാർ മൊത്തം കയറി അടിക്കുന്നുണ്ട്. നിൻ്റെ തള്ളയുടെ പണി എല്ലാവരോടും പറയണടാ. അമ്മയുടെ ഡേഷിൽ നിന്ന് വന്നിട്ട് പക്ഷെ എല്ലാവരും ഇടം തന്നെയാടാ കേട്ടോ. നിന്നെ നാട്ടുകാർ കുറേ ഊക്കി, എന്നിട്ട് തന്ത ഊക്കി, അത്രയുള്ള വ്യത്യാസം കേട്ടോ. ജീവിക്കാൻ നീ പോയി കുനിഞ്ഞ് നിൽക്ക് ഡേഷൻ. ഏട്ടാ ഞാൻ കുനിഞ്ഞ് നിൽക്കണോ? നിൻ്റെ തള്ളയെ പോലെയും പെങ്ങളെ പോലെയും ഞാൻ കുനിഞ്ഞ് നിൽക്കണോ? കുനിയാതെ നിൽക്കണോ? ഞാൻ നോക്കിക്കൊണ്ടിരാ. നിൻ്റെ പെങ്ങൾ നല്ല കുനിഞ്ഞ് നിൽക്കുന്നുണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും പട്ടാമ്പി ബസ് സ്റ്റാൻഡിലൊക്കെ. അതുപോലെ എല്ലാവരും നിൽക്കണമെന്നാ. നിൻ്റെ അമ്മയും കുനിഞ്ഞ് നിൽക്കുന്നുണ്ട്, നല്ലോണം കുനിഞ്ഞ് നിന്ന് നാട്ടുകാരെ കൊണ്ട് അടി 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 അമ്പാടി കുട്ടോ എന്ന് പറഞ്ഞ പോലെ അടിക്കലുണ്ട് നല്ലോണം. പോടാ നിൻ്റെ തള്ള അവിടെ നിന്നിട്ട് ഓ എന്താ വെച്ചിട്ട് നിൻ്റെ തള്ളയുടെ സൗണ്ട് അങ്ങോട്ട് വായിൽ തുണ്ണി തിരികിയിട്ട് പോലും അവൾക്ക് ആ സൗണ്ട് നിൽക്കുന്നില്ല. ഒന്ന് പോയോക്കടാ അമ്പാടി കുട്ടാ കേട്ടാ. നിൻ്റെ അച്ഛനക്ക് കഴിവ് കൊടുത്തില്ലല്ലോ. എന്നാൽ നിൻ്റെ അമ്മയെ പറഞ്ഞു വിടാറുന്നില്ലടാ എൻ്റെ അച്ഛനക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ അമ്മേനെ. ഇപ്പം എന്തായാലും നിൻ്റെ അമ്മ നാട്ടുകാരെ കൊണ്ട് കഴിവ് നോപ്പിക്കുന്നുണ്ട് കേട്ടാ. അമ്പാടിയെ നാട്ടുകാർ കയറി നല്ല കഴിവിൽ അങ്ങോട്ട് അടിച്ചടിച്ച് നിൻ്റെ തള്ളയുടെ അവിടെ അങ്ങനെ അങ്ങ് എന്താ പറയേണ്ടത്, നമ്മുടെ ആ മഴത്തുള്ളി കിലുക്കത്തിൽ കണ്ടില്ലേ കൊച്ചിനെ അനിഫേനെ ഒരു കുതിര ഉമ്മയിച്ചിട്ട് അതേപോലെ ആയിരിക്കണം നിൻ്റെ അമ്മയുടെ സാമാനം അവിടെ അങ്ങനെ. നാട്ടുകാരൊക്കെ കൂടി കയറി മേഞ്ഞിട്ട് കേട്ടോ. ഹാപ്പി ഈസ്റ്റർ ആയിക്കോട്ടെ എല്ലാവർക്കും. ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞങ്ങൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, മറ്റേ കുരിശ് വരച്ചൊക്കെ പോവില്ലേ, എന്താ കുരുത്തോല കൊണ്ട് കുരിശ് വരച്ചിട്ട് നെറ്റിയിൽ, അതൊക്കെ കാണാമായിരുന്നു. ഈസ്റ്ററിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവാറ്. ഞങ്ങൾ എൻ്റെ സ്വന്തം ജില്ല തൃശ്ശൂർ ജില്ല. അവിടെ അങ്ങനെ ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യൻ പള്ളിയാണ്, മുസ്ലിം പള്ളിയല്ല, ക്രിസ്ത്യൻ പള്ളിയാണ്, ക്രിസ്ത്യാനികളാണ്. എത്രയോ മെഴുകുതിരി കത്തിച്ചതാണ് ഞങ്ങളൊക്കെ കൊണ്ടുപോയിട്ട്. എല്ലാം ഒരു വിശ്വാസം, എല്ലാവരും ഒന്നാണെന്നുള്ള വിശ്വാസം അല്ലേ. ആരാ നമ്മളെ തുണയ്ക്കാന്നറിയോ? കർത്താവേന്ന് വിളിക്കുന്നു ചില ആളുകൾ. ഈ ലോകത്തിനെ രക്ഷിക്കാൻ വന്നത് ആ ആളാണെന്ന് വിചാരിച്ച്, ഈശ്വരനാണെന്ന് വിചാരിച്ച് ആ ആളെ വിളിക്കുന്നു. ജഗത്തിൻ്റെ ഈശ്വരൻ ജഗദീശ്വര എന്ന് വിളിക്കുന്നു, ഏകദൈവമായ അള്ളാഹു എന്ന് വിളിക്കുന്നു. എല്ലാം ഒന്ന് തന്നെ. ഉറങ്ങാനായോ? ആര്? നന്നായി ജീവിക്കാൻ പാലത്തിൻ്റെ ചോട്ടിൽ പോയി കുനിഞ്ഞ് നിൽക്കിപ്പോൾ ഡേഷ് മോളെ ഡേഷ്. എടാ നിൻ്റെ തള്ള നന്നായി ജീവിക്കുന്നത് പാലത്തിൻ്റെ അടിയിൽ കുനിഞ്ഞ് നിന്നിട്ടാന്ന് വിചാരിച്ചിട്ട് ഡാഷ് മോളെ എന്ന് നിൻ്റെ പേരങ്ങനെ നീട്ടാർക്കുന്നത്. POORI മോളെ. എന്തുവാടാ നിൻ്റെ തള്ള പാലത്തിൻ്റെ അടിയിൽ കുനിഞ്ഞ് നിൽക്കുകയാണോ? എന്നിട്ടാണോ നന്നായി ജീവിക്കുന്നത്? പെങ്ങളെങ്ങനെയാണോ? പെങ്ങളെ ഭർത്താവ് പാലത്തിൻ്റെ അടി കൊണ്ടേ നിർത്തി തീർക്കുകയാണോടാ? നിൻ്റെയൊക്കെ ഒരു ജീവിതം. അമ്മേനെ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ അടി കൊണ്ട് കുനിഞ്ഞ് നിർത്തിയിരിക്കുന്നു.
അണക്കുള്ള മറുപടി ഇതാ നമ്മുടെ മലാക്കും തന്നിട്ടുണ്ട്. കേട്ട് തൃപ്തി അടയും കേട്ടോ. എന്നാൽ പോയി ഉറങ്ങിക്കൊള്ളൂ, എനിക്ക് 10:30 ആയിട്ടുള്ളൂ. ആണോ? നല്ല സന്തോഷത്തിൽ ഉറങ്ങൂ സാബി. മലാക്ക് എന്തോ നാടേ ഡാഷ് കുട്ടിയേശോ പെടാം. എന്ത് ഫാൻസ് അത്? പിലി ഫാൻസോ? താത്താ ഹായ്. ഗ്രൂപ്പിൽ ഞാനില്ല. നീ അങ്ങ് കളിച്ചുണ്ടാക്കിയതല്ലേ? മുട്ടി നിന്ന് ഉണ്ടാക്കിക്കൊണ്ടല്ലേ ഡേഷൻ മാറി. ഞാൻ കളിച്ചിട്ട് ഞങ്ങളിപ്പോഴും കളിക്കുന്നുണ്ടാ. ഞാൻ എൻ്റെ കെട്ടിന് ഇപ്പോഴും കളിയാണ്. ഇനി ഉണ്ടാക്കും. എന്തേ കുഴപ്പമുണ്ടാ? എൻ്റെ കെട്ടിയനക്ക് ആവതുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് പടച്ചവൻ ആ സാധനം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ടാക്കട. പിന്നെ എന്തിനാണത് തന്നേക്കണത്? പറയടാ, ഈ സാധനം എന്തിനാണ് തന്നിറക്കണത്? ഈ ലോകത്ത് മനുഷ്യന് തിന്നാനായിട്ട് പച്ചക്കറി, അരി സാധനങ്ങൾ, കോഴി, ആട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തിനാണ് തന്നത്? മനുഷ്യന് തിന്നാൻ. പെണ്ണിന് ഗർഭപാത്രം ഈ സാധനം എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ആണിൻ്റെ കയ്യിൽ ആ കോല് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഇതൊന്നും എടുത്ത് വെക്കാനുള്ളതല്ലടാ. അവനവന് എത്ര നാൾ സാധിക്കും അത്രേ നാളെന്ത് ചെയ്യാം, കലാവിരുദ്ധ തുടങ്ങാം കേട്ടോ. എത്ര മക്കളതിനെ പെറ്റ് കൂട്ടാൻ പറ്റും അത്ര മക്കളതിനെ പ്രസവിക്കാം നോക്കാൻ സാധിക്കുമെങ്കിൽ കേട്ടോടാ. എങ്ങനെയാ നിൻ്റെ പെണ്ണുപിള്ളക്ക്? എങ്ങനെയാടാ? തരത്തില്ലേ? കൂട്ടിത്തൊടിക്കത്തില്ലേ? എപ്പോടാ നമുക്ക് ഉണ്ടാക്കാൻ ഗ്രൂപ്പ്? ഹായ് താത്ത, ഇന്ന് എൻ്റെ കല്യാണമായിരുന്നു. പിന്നെ നിൻ്റെ അടിയന്തരം ഞാൻ ഇപ്പോൾ ഇവിടെ കഴിക്കും, പോയി കയറുന്നിട്ട്. ആൻറ്റി ഞാൻ ഹിന്ദുവാണ്. ആയിക്കോട്ടെ. മുത്തുമോളെ എന്തിനാണ് വിവേഷം? ഭർത്താവിന് എന്താണ് ജോലി? ഭർത്താവിന് ഇപ്പോൾ ജോലിയൊന്നുമില്ലടോ. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും, വിഷമിക്കരുത്. പെട്ടച്ചവനോട്ട് മാത്രമല്ല, നല്ല രീതിയിൽ ലൈവ് ചെയ്താൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അനാവശ്യ വാക്കുകൾ ഒഴിവാക്കും. ഇങ്ങോട്ട് ബാഡ് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പറയട്ടെ. നീ നിൻ്റെ പേരെന്താ ഇറങ്ങി നോക്കിക്കോ നീ ആദ്യം. നീയൊക്കെ ഒരു നല്ലതാന്തൊക്കെ ഉണ്ടായതാണോ? റേഷൻ മോളെ, നീ എന്താട്ടിരിക്കണത്? POORI മോളെ. നിൻ്റെ തള്ളക്ക് എന്തുവാടാ? നിൻ്റെ പെങ്ങൾക്ക് എന്തുവാടാ? നിനക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് എന്തുവാടാ? നിൻ്റെ അമ്മയുടെ ആ സാധനം എന്നൊക്കെ പറഞ്ഞ് നിനക്കൊക്കെ വൃത്തികെട്ട സാധനമാണോടാ? പോടാ.